ഈ മൂവി ഞാൻ തിയേറ്ററിൽ വന്നിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോഴല്ലേ നമ്മളിത് പടം ഇറങ്ങിയത്. അപ്പൊ ഈ തിയേറ്ററിൽ വന്ന് കാണാനുള്ള എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഇത്രയും സൗണ്ട് ക്വാളിറ്റിയിൽ കണ്ടത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി പോയി. എന്താ പറയാ, ശരിക്കും ലാസ്റ്റ് സീനൊക്കെ നമുക്ക് കോരിച്ചരിക്കുന്ന പോലുള്ള അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോ ഉള്ളത് ഗോവിന്ദ സിനിമാസിലാണ്, എടപ്പാൾ ഗോവിന്ദ സിനിമാസിലാണ്. നമ്മള് 32 വർഷത്തിന് ശേഷം മധുമുറ്റം തിരക്കഥ എഴുതി ഫാസിൽ സാറ് സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് പുതിയ ഡെഫിനിഷനോട് കൂടി 4K ഇന്ന് റിലീസായതാണ്. വീണ്ടും പുതുതലമുറയ്ക്ക് ഒരു പ്രത്യേക അനുഭവം കൂടിയാണ് ഈ ഒരു പടം എന്നുള്ള ഒരു പ്രത്യേക തര കഥകളും കാര്യങ്ങളുമായിട്ട് നമ്മളെ പണ്ട് രസിപ്പിച്ച 32 വർഷത്തിന് മുന്നേ റിലീസായ മണിച്ചിത്രത്താഴാണ് ഇന്ന് വീണ്ടും നമ്മൾ ഗോവിന്ദയില് നമ്മൾ 4K ഇപ്പോ കണ്ടിറങ്ങിയതേ ഉള്ളൂ. ഒരു പ്രത്യേക തരം അനുഭവമാണ്. സൗണ്ട് ആണെങ്കിലും ശരി, ക്ലാരിറ്റിയിലാണെങ്കിലും ശരി, പുതിയ ഒരു ടെക്നോളജി പരമായി ഇറക്കിയ മണിച്ചിത്രത്താഴ് അതിഗംഭീര അനുഭവമാണ് സമ്മാനിച്ചത്. എല്ലാം